കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എല്ലാവരും ഓർത്തെടുക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഗായികയായ അഭിരാമി സുരേഷിൻ്റെ വാർത്ത. താൻ സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടു എന്നും തന്നെ ഒരാൾ ചതിച്ചു എന്നുമായിരുന്നു അഭിരാമി അന്ന് പറഞ്ഞ വാർത്ത. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താരം എത്തുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി എന്നും ജീവിതത്തിലേക്കും വിശേഷങ്ങൾ പങ്കുവച്ചും അഭിരാമി എത്തുന്നു. ഒരുപാട് വിമർശനങ്ങൾ തനിക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു അവസ്ഥയിൽ തന്നെ പിന്തുണയ്ക്കുന്നവരോടാണ് താൻ നന്ദി പറഞ്ഞ് എത്തുന്നതെന്ന് പറയുന്നു. ഇനി ഇത് പറയാതെ വയ്യ, എനിക്ക് നന്ദി പറഞ്ഞേ മതിയാകൂ. എന്നെ എന്തോരം പേരാണ് പിന്തുണയ്ക്കുന്നതെന്നും എനിക്ക് സന്തോഷം അറിയിക്കുന്നതെന്നും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഫോളോവേഴ്സ് കൂടുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അതോടെ തന്നെയാണ് ഇത്രയും അധികം ആളുകൾ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എന്നോടൊപ്പം നിൽക്കുന്നു എന്നത് എനിക്ക് പെട്ടെന്നൊരു ആത്മവിശ്വാസം നൽകിയത്. എത്ര വിചിത്രമാണല്ലേ. ശരിക്കും നമ്മുടെ ജീവിതം അങ്ങനെയാണ് എന്ന് പറയുന്നു. മറ്റു ചിലപ്പോൾ എത്രയോ ചെറുതെന്ന് തോന്നിക്കുന്നതെന്നല്ലേ. എത്രയോ നേട്ടങ്ങൾ അതിലേറെ നഷ്ടങ്ങൾ നിറഞ്ഞൊരു വലിയ പ്രയാണമാണ് നമ്മുടെ ജീവിതം. ആ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഞാൻ എൻ്റെ പ്രൊഫൈൽ ചുമ്മാതെ ഒന്ന് നോക്കിയാണ്. അപ്പോൾ 1.1 മില്യൺ ആളുകളാണ് അത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ശകാരിക്കാനും തരം താഴ്ത്താനും മാത്രം ഫോളോ ചെയ്യുന്നവർ കുറച്ചുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ബാക്കി വരുന്ന ആ വലിയൊരു ശതമാനം മനുഷ്യരില്ലേ, അവരുടെ സ്നേഹമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് അഭിരാമി എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം അഭിരാമി പറയുന്ന ചില കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. എത്രമാത്രം ആളുകളാണ് എന്നെ പിന്തുണയ്ക്കുന്നതെന്ന് അറിയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് പറയാതെ വയ്യ. നിങ്ങളെല്ലാവരും എന്നെ ഇനിയും ഇങ്ങനെ തന്നെ പിന്തുണയ്ക്കണം. നിങ്ങളുടെ ഈ സ്നേഹം കാണുന്നതാണ് എനിക്കൊരു ഊർജം. എന്നെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. അവരോട് വിമർശിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാളെ അത് നിർത്താൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നവരും ഇത് നാളെ നിർത്തണമെന്ന് പറഞ്ഞാൽ അവരും അത് നിർത്താൻ പോകുന്നില്ല. ആ ഒരു വിശ്വാസത്തോടെ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ സ്നേഹം കാണുമ്പോഴാണ് ഞാനൊരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് എന്ന് തോന്നുന്നത്. വർഷങ്ങൾക്ക് മുൻപ് വെറും ഒരു സാധാരണ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയതാണ് ഞാൻ. അന്ന് ഇന്നത്തെ പോലെ ഇത്രയും തിരക്കോ ആളുകളോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ആ തുടക്കകാലം മുതൽ ഇന്നുവരെ ശരിക്കും പറഞ്ഞാൽ എല്ലാ തിരക്കുകൾക്കിടയിലും ഞാൻ പിന്തുടരുന്ന ആ ചില പേരുകളുണ്ട്. ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒരു വലിയ ബ്രേക്ക് എടുക്കാറുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരു ഇടവേള കഴിഞ്ഞ് ഞാൻ തിരികെ വരുമ്പോഴേക്കും ഇൻബോക്സിലും കമൻറ്റുകളും നിറയുന്ന ചില പേരുകളുണ്ട്. മോളെ നീ എവിടെയായിരുന്നു? അയ്യോ എൻ്റെ അമ്മിക്കുട്ടി എവിടെ പോയി? ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജുകളാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഉണർത്തുന്നത്. ഞാൻ വളരെ ഡള്ളായിട്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഈ മെസ്സേജുകൾ കാണുമ്പോൾ എന്നെ അത് എന്തുമാത്രം സ്നേഹത്തോടെ അത് തലോടുന്നു എന്ന് മനസ്സിലാകില്ല. നിങ്ങൾക്കതൊരു ചെറിയ മെസ്സേജ് ആയിരിക്കും, പക്ഷേ എനിക്കതൊരു വലിയൊരു ഊർജ്ജമാണ്. എന്നെ ഒരാൾ തടവുന്നത് പോലെ എനിക്ക് തോന്നും. അങ്ങനെയാണ് ഇപ്പോൾ അഭിരാമി സുരേഷ് ഈ ഒരു വാർത്തയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ഓരോ തവണയും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് അഭിരാമി പറയുന്നു. എന്നെ ഇത്രമാത്രം ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിലും വളരെയധികം സ്നേഹം തോന്നുന്നുവെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.